LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ LDF സർക്കാരും UDF സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ മുന്നിൽ തന്നെ വന്നു ഉദാഹരണം. LDF ഭരിച്ചിട്ട് ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചവർക്ക് UDF ഭരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. രണ്ട് മന്ത്രിമാർ നമ്മുടെ മുന്നിലുണ്ട്. ആരോഗ്യ വകുപ്പ് തന്നെയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരനും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറും. വീണ ജോർജുമുണ്ട്. അവരുടെ നിലപാട് കൂടി നമുക്ക് പറയാം. ആദ്യം നമുക്ക് കെ മുരളീധരൻ്റെ ഒരു പ്രസംഗം കേൾക്കാം. ഇപ്പോഴത്തെ പ്രസംഗമല്ല, മുമ്പേ നടന്ന ഒരു പ്രസംഗമാണ്. എന്ന് വെച്ചാൽ LDF സർക്കാർ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. അത് പണ്ട് കാലത്തിന് ചൊല്ലുണ്ട്, കേരളം കെട്ടാൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. കഴിഞ്ഞ 6 വർഷമായിട്ട് മര്യാദയ്ക്ക് ഒരു ക്രിസ്മസ് ആഘോഷിച്ചോ, ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, ഭരിക്കുന്ന കുഴപ്പക്കാരനാണെങ്കിൽ നാട് കുഴപ്പത്തിലാവും. ഈ നിപ കേരളത്തിൽ മാത്രമാണ്, പ്രത്യേകിച്ച് മലബാർ ഭാഗം. അതിന്റെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത് വവ്വാലാണ് അത്ര ഇത് പരത്തുന്നത്, ഈ നിപ എന്നുള്ള രോഗം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഈ വവ്വാലുണ്ടായിരുന്നില്ലേ കേരളത്തിൽ? എന്താ ഇപ്പൊ മാത്രം ഈ രോഗം പരത്താൻ? അതാ പറഞ്ഞത്, ഭരിക്കുന്നത് ചുവല്ലെങ്കിൽ ഇതങ്ങനെ പല അനർത്ഥങ്ങളും നാട്ടിൽ സംഭവിക്കും. ഇതാണ് കെ മുരളീധരൻ. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇപ്പോൾ നിപ്പ വന്നു കോഴിക്കോട്. നിപ്പ വന്നത് എരണം കട്ടവൻ കേരളം ഭരിക്കുന്നത് കൊണ്ടാണോ? VD സതീശൻ എരണം കട്ടവനാണോ? പറയേണ്ടത് മറ്റാരുമല്ല, കെ മുരളീധരൻ തന്നെയാണ്. അദ്ദേഹം പക്ഷേ ഒരക്ഷരം ഇപ്പോൾ മിണ്ടുന്നതായി കാണുന്നില്ല. അദ്ദേഹം നേരത്തെയും കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. കാരണം വിവരക്കേടിൻ്റെ ഒരു മൂർത്തി രൂപമായി നമ്മുടെ ആരോഗ്യമന്ത്രി മാറുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അത് നിപ്പയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. KK ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വരുന്നത്, അതും കോഴിക്കോട്. അതിനെ പ്രതിരോധിച്ച ടീച്ചറുടെ നേതൃത്വപരമായ പങ്ക് ലോകം ആദരിച്ചതാണ്. അതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ KK ശൈലജ ടീച്ചറുടെ അഭിപ്രായം തേടാൻ പോയതും KK ശൈലജ ടീച്ചർ പ്രതികരിച്ചതും. കേൾക്കാം ആ വാക്കുകൾ. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർക്കാരുമായി ഒരുമിച്ച് നിൽക്കും പ്രതിപക്ഷം. കാരണം ഒരു ദുരന്തമാണ് നമ്മുടെ മുന്നിൽ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവിടെ പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല, ഒറ്റക്കെട്ടായി നിൽക്കും. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴെല്ലാം വരമ്പത്താണ് കൂലി. LDF-നെ വിമർശിച്ചവരുണ്ട്. അവർ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും.